എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ പ്രോഫിയും ഡോറ പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് ആ കാക്ക വില്ലനെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്യും. അവന്റെ പ്രധാനപ്പെട്ട പവർ മറ്റുള്ളവരുടെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുക എന്നതാണ്. ഡോറയും പ്രോഫിയും അവർ രണ്ടുപേരും ഇപ്പൊ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ മുൻപോട്ട് നടക്കും. പക്ഷെ അവരെ കൊണ്ട് അവരുടെ പവർ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് ഇപ്പൊ മുൻപോട്ടേക്ക് പോകാനാവില്ല. കാരണം ഓൾറെഡി ആ ഒരു വില്ലൻ ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പവർ കുറേശ്ശെയായിട്ട് അബ്സോർബ് ചെയ്യാണ്. അവർ രണ്ടുപേരും ഇപ്പൊ ഷോക്കാവും. കാരണം ആ ഒരു വില്ലൻ ഇവരെ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാതെ ഇവനെങ്ങനെ നമ്മുടെ പവർ അബ്സോർബ് ചെയ്തു എന്നവർ പരസ്പരം ചോദിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവൻ ഓൾറെഡി ആ ഡ്രഗ് എടുത്തു കഴിഞ്ഞിരുന്നു. അവൻ അതിന്റെ പവറില് അവനെ ലോക്ക് ചെയ്ത് വെച്ച ചെയിൻ അത് മുഴുവനായിട്ടും തകർത്ത് കളയും. പോലീസുകാരെ തട്ടി അങ്ങോട്ട് തെറിപ്പിച്ച് അവൻ മുൻപോട്ട് ഓടും. അത് കണ്ട പ്രൊഫിയും ഡോറയും അവരോടി വന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും അവരുടെ പവർ അത് ഓൾറെഡി ആ വില്ലൻ അബ്സോർബ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോഴായിരിക്കും നെജീറ അവൾ മറ്റൊരു ഭാഗത്തുനിന്ന് വന്ന് വില്ലനെ പിടിച്ചു വലിച്ച് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഇസുക്ക് പയ്യൻ അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ ഡോറയുടെ ഹെൽപ്പ് ചോദിക്കുക. ഇസുക്ക് പയ്യൻ ഹെൽപ്പ് ചോദിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ ഡോറയ്ക്ക് അവൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മൂന്ന് പെമ്പിള്ളേരും ചേർന്ന് ആ വില്ലനെ പൊറഞ്ച് ഇടിക്കും. ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവിലാണ് അവർ ആ ബിൽഡിംഗ് തകർത്ത് അവരെല്ലാവരും ഇസുക്കിന്റെ അടുത്തേക്ക് അങ്ങനെ തെറിച്ചടിച്ചു വീഴുക. പെമ്പിള്ളാര് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കണ്ട് ഷോക്കാവും. മാത്രമല്ല ടൈം മാസ്റ്റർ ആള് വലിയൊരു കല്ല് കുത്തിക്കേറി ചോരയിൽ കുളിച്ച് അങ്ങനെ കിടക്കാണ്. അപ്പൊ ഇസുക്ക് പയ്യൻ അവൻ നിലവിളിച്ചു പറയും, നിങ്ങൾ മൂന്ന് പേരും നൈറ്റയെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോ, ഞാൻ ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഉഷാറായിട്ട് നിൽക്കും. പക്ഷെ അപ്പോഴേക്കും കൊറ്റുവില്ലൻ അവൻ ചാടി വന്ന് ആ പെൺകുട്ടിയെ തൂക്കിയെടുത്ത് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. നമ്മുടെ പെങ്കൊച്ച് അവള് കരയാണ്. പോകുന്ന വഴിക്ക് ഇപ്പൊ ചുന്ദരക്കുട്ടന്റെ ഡ്രസ്സ് കാണും. അത് കാണുമ്പോ അവൾക്ക് ഇപ്പൊ അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവള് കാരണം ഒരുപാട് പേരുടെ ജീവൻ അത് നഷ്ടപ്പെടുകയാണല്ലോ എന്ന് കരുതി അവൾ വീണ്ടും വീണ്ടും ഒരുപാട് വിഷമിക്കും. ഉടനെ അവള് അവളുടെ പവർ ഉപയോഗിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നമ്മുടെ കൊറ്റുവില്ലന്റെ ബോസ് അവൻ കൊറ്റിയോട് പറയും, എന്റെ കൊച്ചുമകള് അവള് വലിയൊരു ശാപമാണ്. അവള് പണ്ടൊരിക്കൽ എന്റെ മകനോട് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചു. ആ സമയം തന്നെ നിമിഷ നേരം കൊണ്ട് എന്റെ മകൻ അവനെ കാണാതായി. അവൻ ഇൻവിസിബിളായി. അവൻ എന്ത് സംഭവിച്ചു, എന്തു പറ്റി എന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ അവളെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ അടച്ചിട്ടിരിക്കുകയാണ്. ആക്ച്വലി ആ പെൺകുട്ടിയുടെ പവർ അത് വളരെ വലുതാണ്. അതെന്താണെന്നറിയാനും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും അവളുടെ ബോഡിയിൽ മുഴുവൻ ഒറ്റവില്ലൻ ഒരുപാട് മുറിവൊക്കെ ഉണ്ടാക്കി എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിലൂടെ അവൻ മനസ്സിലാക്കും അവളുടെ പവർ അത് അവനെ കഴിഞ്ഞും 10 മടങ്ങാണെന്ന്. അവളെ എന്തൊക്കെ ചെയ്താലും അവളുടെ ബോഡി അത് വെട്ടിമുറിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ അവളുടെ ബോഡി അത് റീജനറേറ്റ് ആവും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. അവൾ ഉടനെ അവളുടെ പവർ ഉപയോഗിച്ച് അങ്ങനെ വില്ലനെ വെട്ടിത്തിരിപ്പിച്ച് തിരികെ വീണ്ടും ഇസുക്ക് പയ്യന്റെ അടുത്തേക്ക് എത്തും. കട്ട് ചെയ്ത ഇസുക്ക് പയ്യൻ അവൻ ആ പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വരുന്നത് കാണും. ഇസുക്ക് ചാടി വന്ന് അവളെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. അത് കണ്ട കൊറ്റുവില്ലൻ അവനും വെറുതെ ഇരിക്കില്ല. അവളുടെ പിന്നാലെ വന്ന് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് ഹീറോ അവൻ ആ പെൺകുട്ടിയെ സേഫ് ആയിട്ട് നിർത്തി അവന്റെ പവർ എടുത്ത് കൊറ്റുവില്ലന്റെ നേർക്ക് ഇപ്പൊ ചാടി വരും. കൊറ്റുവില്ലൻ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് വീണ്ടും ഒരുപാട് കല്ലും മണ്ണും പാറയും ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിന് ഹീറോ അവന്റെ പവർ ഫുള്ളായിട്ട് എടുത്ത് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കും. ആ ഒരു വമ്പം ബ്ലാസ്റ്റില് അവിടെ മുഴുവനായിട്ടും ഇപ്പൊ പൊട്ടിത്തെറിക്കും. അല്പസമയം കഴിഞ്ഞ് ആ വില്ലൻ ഒരുപാട് ചോര ഒലിച്ച് ടയർഡായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വില്ലൻ അവൻ വീണ്ടും അവന്റെ കൈയെടുത്ത് അവന്റെ ബോഡിയിൽ തന്നെ ടച്ച് ചെയ്യും. അപ്പൊ അത് പതിയെ പതിയെ അവന്റെ ബോഡിയിലെ പരുക്കുകള് അതിപ്പോ അങ്ങനെ ഹീലായി അവൻ ബാക്ക് ടു നോർമൽ ആവും. ഇവിടെ ഹീറോ അവൻ ഷോക്കായിട്ട് ഇപ്പൊ അവനെ തന്നെ നോക്കും. കാരണം അവൻ എപ്പോഴൊക്കെ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവന്റെ ബോഡി ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഹീറോയ്ക്ക് ഒരു പോറല് പോലും പറ്റില്ല. ഇവിടെ വില്ലൻ ആ കാക്കാത്തലേന്റെ പവർ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും അവൻ ഹീറോയ്ക്ക് പിന്നാലെ തന്നെ ഇപ്പൊ ഉഷാറായിട്ട് ഓടും. അപ്പൊ അത് കണ്ട ലൂഫിയും ഡോറയും അവർ രണ്ടുപേരും ആ വില്ലന്റെ പിന്നാലെ ഓടും. അതിന് നൈറ്റ് ആള് പറയും, നിങ്ങൾ രണ്ടുപേരും അവന്റെ പിന്നാലെ പോവരുത്. വില്ലന്റെ ലക്ഷ്യം ഇപ്പൊ ഇസുക്ക് പയ്യനാണ്. നിങ്ങൾ അതിന്റെ ഇടയിൽ ചെന്നുപെട്ട ഉറപ്പായിട്ടും നിങ്ങളെയും അവൻ കൊന്നുകളയും. മാത്രമല്ല
ആ വില്ലൻ അവൻ ഉറപ്പായിട്ടും ഇസുക്ക് പയ്യനെ കൊല്ലും. അത് കേട്ട് ഡോറ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. കട്ട് ചെയ്ത വില്ലൻ അവന്റെ ബോഡി അതിപ്പോ വലിയ സൈസാക്കി മാറ്റും. എന്നിട്ട് ഇസുക്കിനെ കൊന്ന് ആ പെൺകുട്ടിയെ പിടിച്ചെടുക്കാനായിട്ട് വീണ്ടും ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. ഇവിടെ ഇസുക്ക് പയ്യനാണെങ്കില് അവൻ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യും എന്നൊരു ഉറച്ച ഡിറ്റർമിനേഷനുമായിട്ടായിരിക്കും ഇപ്പൊ മുൻപോട്ട് പോവുക. അപ്പൊ നൈറ്റേ ആളിപ്പോ പ്രോഫിയോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകണം, അവിടെ എന്താ നടക്കണേന്ന് എനിക്കറിയണം, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം. കട്ട് ചെയ്ത ഇവിടെ ഇസുക്ക് പയ്യൻ അവനാണെങ്കില് ഇപ്പൊ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും അവനൊരു കാര്യം ആലോചിക്കുക. അവൻ 100% പവർ എടുത്തിട്ടും അവന്റെ ബോഡി മുഴുവൻ ഒരുപാട് പരിക്കുണ്ടായിരുന്നിട്ടും ഇപ്പൊ അതെല്ലാം ഹീലായി. മാത്രമല്ല അത്രയും പവർ എടുത്തിട്ടും അവനിപ്പോ യാതൊരു കുഴപ്പമില്ല. അത് ആക്ച്വലി ആ ഒരു പെൺകുട്ടിയുടെ പവറാണ്. അവനവന്റെ മുറിവ് അതെല്ലാം തന്നെ കറക്റ്റായിട്ട് ഹീൽ ചെയ്തു. പക്ഷെ എന്താ, അവൾക്ക് അവളുടെ പവർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെ അപ്പോഴേക്കും കൊറ്റിവില്ലൻ അവനൊരു മോൺസ്റ്റർ രൂപത്തില് ഇപ്പൊ അവിടേക്ക് ഓടിയെടുക്കും. കൊറ്റിവില്ലൻ അവനിപ്പോ ഹീറോയുടെ തൊട്ടടുത്തെത്തും. അവൻ പറയും, അവളൊരു ശാപമാണ്, അവൾക്കൊരിക്കലും അവളുടെ പവറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അവളെ കൊണ്ട് മറ്റുള്ളവരെ ഇൻവിസിബിൾ ആക്കാൻ കഴിയും, മാത്രമല്ല അവളുടെ കൂടെയുള്ളവർക്കെല്ലാം അവളൊരു ശാപമാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ അവളെ എനിക്ക് തിരികെത്താ. അതിന് ഇസുക്ക് പയ്യൻ പറയും, എന്തൊക്കെയാണെങ്കിലും ഇവളെ ഞാൻ വിട്ടു തരില്ല. എന്റെ ബോഡിയിലെ പരിക്കുകള് ഇവള് സെക്കൻഡ് കൊണ്ട് ഹീൽ ചെയ്തു. ഇവളുടെ പവർ അത് ശാപമല്ല, മറിച്ച് അവൾക്ക് കിട്ടിയ വരമാണ്. ഇസുക്കിപ്പോ ആ പെൺകുട്ടിയോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, നീ കട്ടയ്ക്ക് എന്റെ കൂടെ നിന്നാ മാത്രം മതി. ഹീറോ ഉടനെ അവന്റെ 100% പവർ അത് വീണ്ടും പുറത്തെടുത്ത് വില്ലനെ അവൻ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അതിന് നമ്മുടെ പെങ്കൊച്ച് അവളും ഇപ്പൊ അവളുടെ പവർ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ആയിട്ട് ഹീറോയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട ആ വില്ലൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവൻ വണ്ടടിച്ച് അവരെ രണ്ടുപേരെയും ഇപ്പൊ അങ്ങനെ നോക്കി നിൽക്കും. വില്ലൻ ഒരുപാട് നാളായി അവന്റെ ബ്ലഡ് ഉപയോഗിച്ചാണ് അവന്റെ എക്സ്പെരിമെന്റ് അത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ ബുള്ളറ്റ് പോലും അവൻ കണ്ടുപിടിച്ചത്. വില്ലൻ ഫുൾ കലിപ്പില് അവന്റെ മോൺസ്റ്റർ രൂപത്തില് ഹീറോയ്ക്ക് നേരെ പാഞ്ഞെടുക്കും. ഇവിടെ ഹീറോ സെക്കൻഡ് കൊണ്ട് അവനെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ അവന്റെ തൊട്ടു പിന്നിൽ വരും. എന്നിട്ട് അവന്റെ ഫുൾ പവർ എടുത്ത് വില്ലന്റെ തലക്കിട്ട് തന്നെ ഒരൊറ്റ അടി. വില്ലൻ അങ്ങനെ ഇപ്പൊ പറന്ന് ദൂരത്തേക്ക് പോവും. കട്ട് ചെയ്ത ഹീറോയ്ക്കും ആ പെൺകുട്ടിക്കും അവർക്ക് രണ്ടുപേർക്കും അവരുടെ പവർ അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഹീറോയുടെ തുടക്കത്തിലും 1 പവർ കൺട്രോൾ ചെയ്യാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മറ്റൊരു ഭാഗത്ത് വില്ലൻ അവൻ ഇപ്പോഴും എയറിലൂടെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും വില്ലന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. കൊറ്റിവില്ലൻ എപ്പോഴും ബോസിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരുപാട് ഡ്രഗ്സ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് തവണ ബോസ് വിലക്കിയിട്ടും അവനത് നിർത്താനായിട്ട് തയ്യാറാവില്ല. അതിനുശേഷം ആ ചിന്നപ്പെണ്ണിന്റെ അവളുടെ ബ്ലഡ് ഉപയോഗിച്ച് അവൻ ആ ബുള്ളറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് വീണ്ടും അത് ബോസിനോട് പറഞ്ഞ് അതുപോലുള്ള ഒരുപാട് ബുള്ളറ്റ്സ് അവൻ ഉണ്ടാക്കണം എന്നാവശ്യപ്പെടും. അതിന് ബോസ് ദേഷ്യപ്പെട്ട് അവനെ ഗെറ്റ് ഔട്ട് അടിക്കും. പക്ഷെ കൊറ്റിവില്ലൻ അവന് കലി കയറി അവന്റെ പവർ ഉപയോഗിച്ച് ബോസിനെ അങ്ങനെ അടിച്ചു ചുരുട്ടി ബെഡ് റിഡൻ ആക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും പ്രസന്റ് കാണിക്കും. ഒരുപാട് ദൂരം തെറിച്ചു പോയ വില്ലൻ വീണ്ടും അവന്റെ പവർ എടുത്ത് ഇസുക്കിന്റെ നേർക്ക് വരും. ഇസുക്ക് വീണ്ടും അവനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണ ഇസുക്ക് അവനെ അടിച്ചു തകർക്കും തോറും അവൻ വീണ്ടും വീണ്ടും അവന്റെ ബോഡി അത് റീജനറേറ്റ് ചെയ്ത് ഇസുക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വന്നു കൊണ്ടേയിരിക്കും. പക്ഷെ ഇസുക്ക് അവനിപ്പോ വീണ്ടും വീണ്ടും വില്ലനെ തല്ലി തല്ലി കൊല്ലാണ്. എല്ലാവരും ഷോക്കായിട്ട് ഇപ്പൊ ഇസുക്ക് പയ്യനെയും ആ വില്ലനെയും നോക്കി നിൽക്കും. നൈറ്റൈക്കാണെങ്കില് ഇപ്പൊ ഡബിൾ ഷോക്കാവും. കാരണം അവൻ കണ്ട ഫ്യൂച്ചർ പോലും ഇപ്പൊ ഇസുക്ക് തിരുത്തി കുറിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നൈറ്റൈക്ക് മനസ്സിലാവുക ഫ്യൂച്ചർ അത് തിരുത്താൻ കഴിയും. നൈറ്റൈ ആളിപ്പോ ഇസുക്കിനെ ഓർത്ത് അഭിമാനത്തോടു കൂടെ അവനെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.